നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. യെസ്, തീർത്തു കൊടുത്തു. ഓസ്ട്രേലിയ മണ്ണിലിട്ട് മൈറ്റിത്തരം അങ്ങ് തീർത്തു. 48 റൺസിന്റെ വിജയം. T20 ചെറിയ വിജയമല്ല, ഇത് ചെറിയ കളിയല്ലെന്നേ. കഴിഞ്ഞ കളിയിൽ 5 വിക്കറ്റിന്റെ വിജയം, ഈ കളിയിൽ ഇതാ 48 റൺസിന്റെ വിജയം. ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിലിട്ട് പണി കൊടുത്ത് തീർത്തിരിക്കുകയാണ്. അപരാജിത ലീഡിലേക്കാണ് ടീം ഇന്ത്യ പോയിരിക്കുന്നത്. 2-1 ലീഡ്. ഇനിയിപ്പോൾ ഒറ്റ കളിയേ ബാക്കിയുള്ളൂ. ഈ പരമ്പര നമ്മൾ തോൽക്കില്ലെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ 67-1 എന്ന നിലയിലുള്ള ഓസ്ട്രേലിയയാണ്. അവരെ തീർത്തു നമ്മുടെ സ്പിന്നർമാര്. 119 അവർ ഓൾ ഔട്ടായി. വാഷിംഗ്ടൺ സുന്ദർ അവസാനമാണ് പന്തെറിയാൻ വന്നത്. തുടരെ 2 വിക്കറ്റുകൾ സ്റ്റോയിനിസിനെ പറഞ്ഞു വിട്ടു. തൊട്ടടുത്ത പന്തിൽ അടുത്ത വിക്കറ്റ്. പിന്നെ അവസാനം ആ ഒരു ക്യാച്ച് ശുഭ്മൻ ഗില്ലെടുത്ത്. അതിന് മുമ്പത്തെ ബോളിൽ ഗില്ലിന് ക്യാച്ച് വന്നത്, അത് ഡ്രോപ്പ് ചെയ്തു. എന്നാൽ അവസാന പന്തിൽ വീണ്ടും അതുപോലത്തെ ഷോട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ക്യാച്ച് ആവുന്ന അവസാന പന്തല്ല, ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് അവസാനിച്ച പന്തെന്നാണ് ഉദ്ദേശിച്ചത്. 18.2 ഓവറുകളിൽ ഓസ്ട്രേലിയ 119 ഓൾ ഔട്ട്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ്, 167 റൺസാണ് അടിച്ചിരുന്നത്. 48 റൺസിൻ്റെ തകർപ്പൻ വിജയമിത നമ്മൾ നേടിയിരിക്കുന്നു. ഈ കളിയിൽ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടി. 21 പന്തിൽ നിന്ന് 3 ഫോറും 1 സിക്സും അടക്കം 28 റൺസാണ് അഭിഷേക് അടിച്ചത്. ശുഭ്മൻ ഗില്ലാണ് ടോപ്പ് സ്കോറർ. പതിയാണ് അദ്ദേഹം പോയത്, ശരിയാണ്, എന്നാലും അത് വളരെ വിലപ്പെട്ട റൺസായിരുന്നു. 39 പന്തിൽ 4 ഫോറും 1 സിക്സും അടക്കം അദ്ദേഹം 46 റൺസ് അടിച്ചത് ക്രൂഷ്യലായി. ശിവൻ ദ്യൂബെ 18 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചപ്പോൾ സൂര്യ 10 പന്തിൽ നിന്ന് 20 റൺസ്, 2 കിടിലൻ സിക്സറുകൾ അദ്ദേഹം അടിച്ചിരുന്നു. തിലക് വർമ്മ 5, ജിതേഷ് ശർമ്മ 3, അങ്ങനെ വിക്കറ്റുകൾ വീണു. വാഷിംഗ്ടൺ സുന്ദർ 12 റൺസാണ് അടിച്ചത്. അക്സർ പട്ടേൽ അവസാന ഓവറിൽ 6ഉം 4ഉം ഒക്കെ അടിച്ചിരുന്നു. 11 പന്തിൽ 21 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു. അങ്ങനെ ഇന്ത്യ നിശ്ചിത 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റ് 167 റൺസാണ് അടിച്ചിരുന്നത്. ഓസ്ട്രേലിയക്ക് വേണ്ടി ആദം സാംബ 4 ഓവറിൽ 45 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ എല്ലിസ് 4 ഓവറിൽ 21 റൺസിലും 3 വിക്കറ്റ് എടുത്തിരുന്നു. അങ്ങനെ 168 ഒരു വലിയ വിജയലക്ഷ്യമൊന്നുമല്ല. അതിലേക്ക് ഓസ്ട്രേലിയ അനായാസം പോകുമെന്ന് കരുതി 67-1 എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോഴാണ് പിന്നെ നമ്മുടെ സ്പിന്നർമാർ കാര്യമങ്ങ് ഏറ്റെടുക്കുന്ന. അക്സർ പട്ടേൽ ഇംഗ്ലീഷിനെ പറഞ്ഞു വിടുന്നത്. പിന്നെ അതാ ചടപട വിക്കറ്റുകൾ താഴെ വീഴുന്നു. 119 ഓൾ ഔട്ട്. ഓസ്ട്രേലിയക്ക് വേണ്ടി മിച്ചൽ മാർഷ് 24 പന്തിൽ 30 റൺസ് അടിച്ചു. ശിവൻ ദ്യൂബെ ആണ് അദ്ദേഹത്തെ മടക്കിവിട്ടത്. ഹർഷ്ദീപ് സിംഗ് ക്യാച്ച് എടുക്കുകയായിരുന്നു. മാത്യു ഷോട്ട് 19 പന്തിൽ 25 റൺസ്. അക്സർ പട്ടേൽ LBWയിൽ കുരുക്കി. ഇംഗ്ലീഷ് 12 റൺസ്. അക്സർ പട്ടേൽ ബൗൾഡാക്കി. ടിം ഡേവിഡ് 9 പന്തിൽ നിന്ന് 14 റൺസ്. ശിവൻ ദ്യൂബയുടെ പന്തിൽ സൂര്യ പിടിച്ച് പുറത്തായി. പിന്നെ ഫെലിപ്പെ 10 പന്തിൽ നിന്ന് 10 റൺസ്. ഹർഷ്ദീപ് സിംഗ് ആണ് വിക്കറ്റ് എടുത്തത്. സ്റ്റോയിനിസിനെ അവസാനം 19 പന്തിൽ നിന്ന് 17 റൺസ് എടുത്ത് നിൽക്കവേ സുന്ദർ LBWയിൽ കുരുക്കിയായിരുന്നു. ഗ്ലെൻ മാക്സ്വെൽ 2 റൺസ്. വരുൺ ചക്രവർത്തി പറഞ്ഞു വിട്ടു. ഡോർഷിസ് 5 റൺസ്. കിടിലൻ ബോളിലൂടെ ജസ്പ്രീത് ബുംറയാണ് സ്റ്റംപിളക്കിയത്. ബാറ്റ്ലെറ്റ് ഡെക്കായി, ഗോൾഡൻ ഡെക്ക്. റിട്ടേൺ ക്യാച്ച് ആയിരുന്നു വാഷിംഗ്ടൺ സുന്ദർക്ക്. എല്ലിസ് 2 റൺസുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കവേ സാംബയുടെ ക്യാച്ച് ശുഭ്മൻ ഗില്ല് എടുക്കുന്നു. ശുഭം 18.2 ഓവറുകളിൽ 119 അവർക്ക് ഓൾ ഔട്ട് ആകുന്നു. 48 റൺസിൻ്റെ വിജയം നമ്മൾ പോക്കറ്റിലാക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി 1.1 ഓവറിൽ 2 റൺസിന് 3 വിക്കറ്റാണ് അവസാനം മാത്രം പന്തെറിയാൻ വന്ന സുന്ദർ പിടിച്ചത്. ദ്യൂബെ 2 ഓവറിൽ 20 റൺസിന് 2 വിക്കറ്റ്. അക്സർ പട്ടേൽ 4 ഓവറിൽ 20 റൺസിന് 2 വിക്കറ്റ്. വരുൺ 4 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്തുള്ളൂ, 1 വിക്കറ്റ്. ബൂംറ 4 ഓവറിൽ 27 റൺസിന് 1 വിക്കറ്റ്. ഹർഷ്ദീപ് 3 ഓവറിൽ 22 റൺസിന് 1 വിക്കറ്റ്. അങ്ങനെ ഓൾറൗണ്ട് പ്രകടനമാണ് ഇന്ത്യൻ ബൗളർമാർ നടത്തിയതെന്ന് പറയണം. അങ്ങനെ തീർത്തു കൊടുത്തു മൈറ്റിത്തരം ഓസ്ട്രേലിയൻ മണ്ണിലിട്ട് തന്നെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.